ഓണത്തോടനുബന്ധിച്ച് എൽദോസ് കുന്നപ്പള്ളി എംഎൽഎയുടെ 65ാമത് ഗ്രാമയാത്ര മഹാബലിയോടൊപ്പം പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് നടത്തുന്ന മഹാബലി യാത്രയ്ക്ക് രായമംഗലം പഞ്ചായത്തിലെ 6ാം വാർഡിൽ തുടക്കം കുറിച്ചു. ഓണനാളുകളിൽ എംഎൽഎയുടെ ഗ്രാമയാത്ര മഹാബലിയോടൊപ്പമാണ്. മഹാബലി യാത്രയുടെ 65ാമത് ദിനം രായമംഗലം പഞ്ചായത്തിലെ 6ാം വാർഡിൽ കരിപ്പേലിൽ റിജോ ജെയിംസിന്റെ ഭവനത്തിൽ നിന്നാണ് ആരംഭിച്ചത്. കുറുപ്പമ്പടി മണ്ഡലം പ്രസിഡന്റ് മാത്യു ജോസ് തരകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി പോൾ ഉതുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. രായമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കുര്യൻ പോൾ സ്വാഗതം പറഞ്ഞു. മഹാബലി തമ്പുരാൻ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഗ്രാമയാത്രയോടൊപ്പം അണിചേർന്ന മഹാബലി യാത്രയായി മാറി. കള്ളവും ചതിയുമില്ലാത്ത പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകുവാനും വീടുകൾ കയറിയിറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നതിനുമായാണ് ഗ്രാമയാത്ര സംഘടിപ്പിക്കുന്നതെന്നും ഓണവാരങ്ങളിൽ മഹാബലി തമ്പുരാൻ യാത്രയോടൊപ്പം ഉണ്ടാകുമെന്നും MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അറിയിച്ചു. മഹാബലി യാത്രയാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ 64 ദിവസമായി പല ദിവസങ്ങളിലായിട്ട് ഗ്രാമയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഒരു വാർഡിൽ 100 വീട് വെച്ച് സന്ദർശിച്ച് പോകുന്ന ഒരു യാത്രയാണ് ഗ്രാമയാത്ര. ഇന്ന് ഈ ഓണനാളിൽ മഹാബലിയുടെ സാന്നിധ്യത്തിൽ ഈ യാത്ര നടത്തുന്നത് പുതിയ ചരിത്രം കുറിക്കുകയാണ്. നമുക്ക് പലതും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, പലതും നേടാൻ കഴിയും, പലതും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കള്ളവും ചതിയും അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാതിരുന്ന ഒരു നാടാണല്ലോ മഹാബലിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. എന്നാൽ ആ നാട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എവിടെയും കള്ളമുണ്ട്, ചതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, വർഗീയതയുണ്ട്, മതസൗഹാർദ്ദം ഇല്ലാതെ പോയിരിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ മലയാളികൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഇത് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചിന്ത നമ്മളിലെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഓണനാളിൽ മഹാബലി യാത്ര നടത്തുന്നത്. യഥാർത്ഥത്തിൽ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടില്ല. നമ്മളിലൊക്കെ ഒരു മഹാബലി ഉണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മഹാബലി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് വാമനൻ, അത് മഹാവിഷ്ണുവാണ് എന്നുള്ള ഉത്തമ ബോധ്യം മഹാബലി ചക്രവർത്തിക്കുണ്ടായി. അതുകൊണ്ടാണ് തല കുനിച്ചു കൊടുത്തത്. ഭഗവാന്റെ പുണ്യ പാദസ്പർശം ഏൽക്കാൻ വേണ്ടി മാത്രമാണ് തല കുനിച്ചു കൊടുത്തത്. അങ്ങനെ ആ പുണ്യ പാദസ്പർശം ഏറ്റു. അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയി, തടങ്കൽ പാളയത്തിൽ കൊണ്ടുപോയി. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഐതിഹ്യത്തിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാൽ പോലും ഓണം എത്തുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് മഹാബലി കടന്നു വരും. നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകുന്നു, നല്ല ചിന്തകൾ നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ UDFിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ വലിയൊരു മുന്നേറ്റം തീർച്ചയായും മഹാബലി യാത്ര തീർച്ചയായും ഈ നാടിന് വളരെയധികം പ്രയോജനപ്രദമാകും. പുതിയ ആശയങ്ങൾ യുവാക്കളിലും ജനങ്ങളിൽ എത്തിക്കാൻ ഈ യാത്ര ഉപകരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കുറുപ്പമ്പടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയി പൂനേലിൽ, മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP അവറാച്ചൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP വർഗീസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ്, ബ്ലോക്ക് മെമ്പർമാരായ AT അജിത് കുമാർ, INTUC റീജിയണൽ പ്രസിഡന്റ് VE റഹീം, VP രാജൻ, PK മുഹമ്മദ് കുഞ്ഞ്, മത്തായി മന്നപ്പിള്ളി, ബിന്ദു ഗോപാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രായമംഗലം.